നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. റീപ്ലാന്റേഷന്റെ മറവിൽ ആർല ഫാമിൽ മരം കൊള്ള, മുറിച്ചു കടത്തിയത് സംരക്ഷിത മരങ്ങൾ. യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ പേരാവൂർ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന രണ്ടാമത് മിഡ് നൈറ്റ് മാരത്തോൺ നവംബർ 23 രാത്രി 11 മണിക്ക് നടക്കും. രജിസ്ട്രേഷൻ ആരംഭിച്ചു. പുന്നമടക്കായലിൽ തുഴയെറിഞ്ഞവരിൽ കൊട്ടിയൂർ സ്വദേശിയും കൊട്ടിയൂർ ചപ്പമല സ്വദേശി റിച്ചാർഡ് ജേസനാണ് കാരിച്ചാലിന് വേണ്ടി പുന്നമടക്കായലിൽ തുഴയെറിഞ്ഞത്. വിശദമായ വാർത്തകളിലേക്ക്. റീപ്ലാന്റേഷന്റെ മറവിൽ ആർലം ഫാമിൽ മരം കൊള്ള, മുറിച്ചു കടത്തിയത് സംരക്ഷിത മരങ്ങൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറളം ഫാമിലെ 5ാം ബ്ലോക്കിലാണ്. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നിരവധി മരങ്ങൾ മുറിച്ചു നീക്കിയ നിലയിലാണ്. പാഴ്മരങ്ങൾ മുറിച്ചു നീക്കുന്നതിൻ്റെ മറവിലാണ് വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് ഇരുൾ പോലുള്ള വൻ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത്. ഫാം 5ാം ബ്ലോക്കിൽ കശുമാവ് മുറിച്ചുമാറ്റി പുതുകൃഷി ഇറക്കുന്നതിനായി 1500 ഏക്കറിലെ കശുമാവും പാഴ്മരങ്ങളും മുറിക്കുവാനുള്ള ഉത്തരവിന്റെ മറവിലാണ് സംരക്ഷിത മരങ്ങൾ ഉൾപ്പെടെ മുറിച്ചു കടത്തിയത്. 4 അടി മുതൽ 8 അടി വരെ വണ്ണമുള്ള സംരക്ഷിത വനമായ കൂറ്റൻ ഇരുൾ മരവും ആഞ്ഞിലിയുമാണ് കടത്തിയത്. റീപ്ലാന്റേഷനായി 5ാം ബ്ലോക്കിൽ നിന്നും 1500 ക്യൂബിക് മീറ്റർ പാഴ്മരങ്ങളും കൃഷിയിടത്തിന് തടസ്സമായി നിൽക്കുന്ന ചെറു ആഞ്ഞിലി മരം 60 ക്യൂബിക് മീറ്ററും മരം ഒന്നിന് 2900 രൂപ നിരക്കിൽ 900 കശുമാവുമാണ് മുറിച്ചു മാറ്റാൻ സ്വകാര്യ വ്യക്തിക്ക് കരാർ കൊടുത്തത്. മരങ്ങൾ മുറിച്ചു നീക്കിയ 1500 ഏക്കർ സ്ഥലത്ത് സ്വകാര്യ വ്യക്തിക്ക് പൈനാപ്പിൾ കൃഷി നടത്തുന്നതിനെ കരാർ അടിസ്ഥാനത്തിൽ 3 വർഷത്തേക്ക് പാട്ടത്തിന് നൽകുന്നതിനോടൊപ്പം കശുമാവ് നട്ട് സംരക്ഷിക്കണമെന്നാണ് വ്യവസ്ഥ. ഇതിനായുള്ള മരമുറിയിലാണ് വൻ കൊള്ള നടന്നിരിക്കുന്നത്. കൂറ്റൻ മരങ്ങൾ മുറിച്ചു കടത്തിയിട്ടും ആർലം ഫാം അധികൃതർ ആരും അറിഞ്ഞിട്ട് പോലുമില്ലത്രേ. സംരക്ഷിത വനത്തിൽപ്പെട്ട കൂറ്റൻ ഇരുളും ചെറു ആഞ്ഞിലിയുടെ മറവിൽ കൂറ്റൻ ആഞ്ഞിലിയുമാണ് മുറിച്ചു കടത്തിയത്. കഴിഞ്ഞ ദിവസം മുറിച്ച ഇരുൾ ഉൾപ്പെടെ സ്ഥലത്തു നിന്നും മാറ്റിയിട്ടുണ്ട്. കൂറ്റൻ ആഞ്ഞിലിത്തടികളിൽ ചിലത് കൃഷിസ്ഥലത്ത് തന്നെ കിടക്കുന്നുണ്ട്. മുറിക്കേണ്ട മരങ്ങൾക്കും സംരക്ഷിക്കേണ്ട മരങ്ങൾക്കും അടയാളപ്പെടുത്തലുകൾ നടത്തി വേർതിരിക്കേണ്ടതാണെങ്കിലും കൃഷിയിടത്തിൽ മുറിക്കാതെ നിർത്തിയ കൂറ്റൻ ആഞ്ഞിലികൾക്കൊന്നും അടയാളപ്പെടുത്തലുകളൊന്നും കാണാനില്ല. വർഷങ്ങൾ പ്രായമുള്ള മരുത് ഉൾപ്പെടെയുള്ള മറ്റു മരങ്ങളും പാഴ്മരങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാണ് മുറിച്ചിരിക്കുന്നത്. ഇരുളും ആഞ്ഞിലിയും ഉൾപ്പെടെയുള്ള കൂറ്റൻ മരങ്ങളെല്ലാം മുറിച്ചിരിക്കുന്നത് വൈകിട്ട് 4 മണിക്ക് ശേഷമാണെന്നാണ് തൊഴിലാളികൾ ഉൾപ്പെടെ പറയുന്നത്. വൈകുന്നേരം മുറിക്കുന്ന മരങ്ങൾ രാവിലെ ആകുമ്പോഴേക്കും കടത്തിക്കൊണ്ടുപോകുന്നു. പാഴ്മരങ്ങൾ ആർലം ഫാമിൽ നിന്നും കടത്തുവാനുള്ള പാസ് ഉപയോഗിച്ച് വലിയ ലോറിയിൽ ആദ്യം കൂറ്റൻ മരങ്ങൾ കയറ്റിയ ശേഷം പാഴ്മരങ്ങളും വിറകും നിറച്ചാണ് ഫാമിൽ നിന്നും വെളിയിലേക്ക് കടക്കുന്നത്. പാഴ്മരങ്ങളും കൃഷിക്ക് തടസ്സം നിൽക്കുന്ന ചെറു ആഞ്ഞിലി ഉൾപ്പെടെയുള്ള മരങ്ങളും മുറിക്കാനാണ് അനുമതി നൽകിയത്. ഇരുൾ മരങ്ങൾ മുറിച്ചത് അറിഞ്ഞിട്ടില്ലെന്നാണ് ആർലം ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പറയുന്നത്. മുറിക്കാനും സംരക്ഷിക്കുവാനും തീരുമാനിച്ച മരങ്ങൾക്കെല്ലാം അടയാളപ്പെടുത്തലും നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഫാമിന്റെ മറ്റ് ബ്ലോക്കുകളിൽ നിന്നും ഈട്ടി ഉൾപ്പെടെയുള്ള മരങ്ങൾ മുറിച്ചതായും പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. സംരക്ഷിത മരങ്ങൾ ഉൾപ്പെടെ മുറിച്ചു മാറ്റിയത് ആർലം ഫാമിനകത്തെ കാട്ടാനയെ ഓടിക്കാൻ തലങ്ങും വിലങ്ങും നടക്കുന്ന വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരും അറിഞ്ഞിട്ടില്ലത്രേ. ആർലം ഫാമിലെ ഈ മരമുറിയെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം തന്നെ നടത്തേണ്ടതുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആര് എന്നുൾപ്പെടെയുള്ളവരെ കണ്ടെത്തി നടപടിയും സ്വീകരിക്കണം. ആർലം ഫാമിൽ നിന്നും ഉന്മേഷ്. പുന്നമടക്കായലിൽ തുഴയെറിഞ്ഞവരിൽ കൊട്ടിയൂർ സ്വദേശിയും ചപ്പമലയിൽ നിന്നുള്ള 19 വയസ്സുകാരൻ നങ്ങിണയിൽ റിച്ചാർഡ് ജേസനാണ് കാരിച്ചാലിന് വേണ്ടി പുന്നമടക്കായലിൽ തുഴയെറിഞ്ഞവരുടെ കൂടെ ഉണ്ടായിരുന്നത്. പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടൻ നെഹ്റു ട്രോഫി ഉയർത്തിയപ്പോൾ ഇങ്ങ് വടക്ക് കൊട്ടിയൂരിലും ആവേശം അലയടിച്ചു. കാരണം കൊട്ടിയൂരിലെ ചപ്പമലയിൽ നിന്നുള്ള 19 വയസ്സുകാരൻ നങ്ങിണിയിൽ റിച്ചാർഡ് ജെയിംസനും കാരിച്ചാലിന് വേണ്ടി പുന്നമടക്കായലിൽ തുഴയെറിഞ്ഞവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നതാണ്. സായിൽ നിന്ന് കനോയിങ് പരിശീലനം നേടിയ റിച്ചാർഡ് കഴിഞ്ഞ വർഷവും പള്ളാതുരുത്തി ബോട്ട് ക്ലബിന് വേണ്ടി തുഴയാനുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണയാണ് ട്രോഫിയിൽ കാരിച്ചാൽ ചുണ്ടനൊപ്പം റിച്ചാർഡും മുത്തമിട്ടത്. 2 വർഷമായിട്ട് പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ ഭാഗമാണ്. എന്നാലും ഞാൻ ആദ്യമായിട്ട് ഈ വർഷമാണ് ചുണ്ടനിലെ നെഹ്റു ട്രോഫി കളിക്കാനായിട്ട് കയറുകയും ആ നെഹ്റു ട്രോഫി കളിക്കാനായിട്ട് നമ്മുടെ പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബിൽ
ഉൾപ്പെടുകയും അത് കാരിച്ചാൽ ചുണ്ടലിൽ തന്നെ തുഴയുകയും കപ്പ് കിട്ടുകയും ചെയ്തതിൽ അതിയായ സന്തോഷം. 6ാം ക്ലാസ് വരെ ഡോൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും തലക്കാണി ഗവൺമെന്റ് UP സ്കൂളുമായി പഠിച്ച റിച്ചാർഡ് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആലപ്പുഴ സായിയിൽ പ്രവേശനം ലഭിച്ചത്. പേരാവൂർ ജിമ്മി ജോർജ് അക്കാദമിയിൽ വോളിബോൾ പരിശീലനത്തിനിടയിലാണ് സായിയുടെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. കനോയിങ്ങിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട റിച്ചാർഡ് സായിൽ +2 പഠനവും പരിശീലനവും പൂർത്തിയാക്കി. സൈന്യത്തിൽ ചേരാൻ പരിശീലനത്തിലാണ് റിച്ചാർഡ് നിലവിൽ. വിജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വിജയം ഗുരുക്കന്മാർക്ക് സമർപ്പിക്കുന്നുവെന്നും റിച്ചാർഡ് ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. കൊട്ടിയൂർ ചപ്പമലയിലെ നങ്ങിണിയിൽ ജെയിംസിൻ്റെയും ബിന്ദുവിൻ്റെയും മകനാണ് റിച്ചാർഡ്. ഹൈവിഷൻ ന്യൂസ്, കേളകം. യുണൈറ്റഡ് മർച്ചൻസ് ചേംബർ പേരാവൂർ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന 2ാമത് നരിത്തൂക്കിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പേരാവൂർ മിഡ്നൈറ്റ് മാരത്തോൺ നവംബർ 23 രാത്രി 11 മണിക്ക് പേരാവൂരിൽ നടക്കുമെന്ന് സംഘാടകർ പേരാവൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. യുണൈറ്റഡ് മർച്ചൻസ് ചേംബർ പേരാവൂർ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന 2ാമത് നരിത്തൂക്കിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പേരാവൂർ മിഡ്നൈറ്റ് മാരത്തോൺ നവംബർ 23 ശനിയാഴ്ച രാത്രി 11 മണിക്ക് പേരാവൂർ പഴയ ബസ് സ്റ്റാൻഡിൽ വെച്ച് നടക്കും. 4 പേരടങ്ങുന്ന ടീമുകളാകും മാറ്റുരക്കുക. പേരാവൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് ചെവിടിക്കുന്ന് തൊണ്ടിയിൽ തെറ്റുവഴിയിലൂടെ ഓടി പഴയ ബസ് സ്റ്റാൻഡിൽ തന്നെ സമാപിക്കും വിധമാണ് മാരത്തോൺ റൂട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. 1 മുതൽ 3 വരെ സ്ഥാനങ്ങളിലെത്തുന്ന പുരുഷ വനിതാ ടീമുകൾക്ക് 15,000, 10,000, 5,000 രൂപ ക്യാഷ് പ്രൈസും ഓട്ടം പൂർത്തിയാകുന്നവർക്ക് മെഡലുകളും ലഭിക്കും. 50 വയസ്സ് മുകളിലുള്ള 4 വനിതാ മത്സരാർത്ഥികൾക്കും 4 പുരുഷ മത്സരാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും ലഭിക്കും. 4 മുതൽ 10 വരെ സ്ഥാനങ്ങളിലെത്തുന്നവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ ലഭിക്കും. അർജുന അവാർഡ് വിന്നർ ഒളിമ്പ്യൻ ടിൻഡു ലൂക്കയാണ് മിഡ്നൈറ്റ് മാരത്തോണിന്റെ ഇവന്റ് അംബാസിഡർ. ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രധാന ഘടകമായ വ്യായാമത്തിന്റെ ഭാഗമായ ഓട്ടത്തിന് പ്രാധാന്യം നൽകുന്നതിനും മാലിന്യമുക്ത കേരളം എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിനും ആരോഗ്യമുള്ള തലമുറ മാലിന്യമുക്ത കേരളം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന മാരത്തോൺ പേരാവൂർ ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ, പോലീസ്, അഗ്നിരക്ഷാസേന, കലാകായിക സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് നടത്തുന്നത്. നമ്മളിത് കഴിഞ്ഞ വർഷം 2023 സീസൺ 1 നമ്മൾ നടത്തിയിരുന്നു, UMC നടത്തിയിരുന്നു. വളരെ ചെറിയ രീതിയിൽ തുടക്കം കുറിച്ച ആ മാരത്തോൺ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ 550-ൽ കവിഞ്ഞ പാർട്ടിസിപ്പേഷനുമായി കായിക താരങ്ങൾ പങ്കെടുത്തുകൊണ്ട് നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മാരത്തോൺ പേരാവൂർ മിഡ്നൈറ്റ് മാരത്തോൺ എന്നുള്ള സംഭവം മലയോര മേഖലയിൽ ആദ്യമായിട്ട് ഞങ്ങൾക്ക് നടത്തുവാൻ സാധിച്ചു എന്നുള്ളത് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കാം. ഈ വർഷം 2024 സംബന്ധിച്ച് കുറച്ചും കൂടെ വളരെ വിശദമായ രീതിയിൽ നല്ലൊരു സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ട് 1500ഓളം കായിക താരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നല്ല ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് പേരാവൂർ നമ്മൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം UMC എന്നുള്ള സംഘടന, യുണൈറ്റഡ് മർച്ചൻസ് ചേംബർ എന്നുള്ള സംഘടന പേരാവൂർ കുറേ വർഷങ്ങളായിട്ട് വ്യാപാരികളുടെ ക്ഷേമത്തിനും ഐക്യത്തിനും അതിൽ കവിഞ്ഞ് നമ്മുടെ നാടിൻ്റെ മറ്റു മേഖലകൾ സാമൂഹികമായ, സാംസ്കാരികമായ, വികസനപരമായ, ജീവകാരുണ്യപരമായ, കായികപരമായ വിവിധ മേഖലകളിൽ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണെന്നറിയാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കായികമായ ഈ പുതിയ തലമുറയ്ക്ക് ആരോഗ്യപരമായ അല്ലെങ്കിൽ ഓട്ടത്തിനും നടപ്പിനുമൊക്കെയുള്ള പ്രാധാന്യം മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനും അതുപോലെ തന്നെ മാലിന്യമുക്ത കേരളം എന്നുള്ളൊരു ആശയം ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മാരത്തോൺ നമ്മൾ മുന്നോട്ട് പോകുന്നത്. മീഡിയ പാർട്ണറായി ഹൈവിഷൻ ചാനലും മെഡിക്കൽ സപ്പോർട്ടായി പേരാവൂർ സൈറസ് ആശുപത്രിയുമുണ്ട്. 4 പേരടങ്ങുന്ന ടീമിന് 1200 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ടീമുകൾ അല്ലാതെയും മത്സരത്തിൽ പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും ടീഷർട്ടും, ഫിനിഷ് ചെയ്ത എല്ലാവർക്കും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും ഭക്ഷണവും ലഭിക്കുമെന്ന് സംഘാടകർ പേരാവൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രജിസ്ട്രേഷൻ 2024 നവംബർ 10 അവസാനിക്കും. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ സൈമൺ മേച്ചേരി, യൂണിറ്റ് പ്രസിഡന്റ് ഷിനോജ് നരിത്തൂക്കിൽ, സെക്രട്ടറി VK രാധാകൃഷ്ണൻ, കൺവീനർ OJ ബെന്നി, രക്ഷാധികാരി KM ബഷീർ എന്നിവർ പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. യുണൈറ്റഡ് മർച്ചൻസ് ചേംബർ പേരാവൂർ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന 2ാമത് നരിത്തൂക്കിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പേരാവൂർ മിഡ്നൈറ്റ് മാരത്തോൺ ആദ്യ രജിസ്ട്രേഷൻ പേരാവൂർ UMC ഹാളിൽ MLA ഡോക്ടർ സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യുണൈറ്റഡ് മർച്ചൻസ് ചേംബർ പേരാവൂർ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന 2ാമത് നരിത്തൂക്കിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പേരാവൂർ മിഡ്നൈറ്റ് മാരത്തോൺ രജിസ്ട്രേഷൻ ആരംഭിച്ചു. പേരാവൂർ UMC ഹാളിൽ നടന്ന ചടങ്ങിൽ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സാധാരണഗതിയിൽ ഉണ്ടാകാവുന്ന പോരായ്മകൾ പോലും ഇല്ലാതെ നല്ല നിലയിൽ എല്ലാവരുടെയും സഹകരണത്തോടെ വിജയിപ്പിക്കാൻ സാധിച്ചു. അതിൽ നിന്നുള്ള ഒരു ധൈര്യത്തിന്റെയും ബലത്തിന്റെയും അടിസ്ഥാനത്തിലാണ് 2ാമത് മിഡ്നൈറ്റ് മാരത്തോൺ കൂടുതൽ ഗംഭീരമായി നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ചിവിടെ ചുരുങ്ങിയ വാക്കുകളിൽ ഷിനോയും ചെയർമാനും സംസാരിച്ചു കഴിഞ്ഞു. ഒന്ന്, കായികമായ ഒരു
മനോഭാവമാണ് കായിക മേഖലയുടെ വളർച്ചയ്ക്ക് വ്യായാമത്തിന്റെ പ്രാധാന്യം നമ്മുടെ യുവ മനസ്സുകളിലേക്ക് എത്തിക്കാൻ ഇത് സാധ്യമാകും ഈ പ്രോഗ്രാം ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് അത്തരത്തിലുള്ള വ്യായാമങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതചര്യ കൊണ്ട് നഷ്ടപ്പെടുകയാണ്. പലരും രോഗബാധിതരാകുന്നത് ജീവിതശൈലി രോഗങ്ങളാണ്, ഭക്ഷണശൈലി രോഗങ്ങളാണ്. യൂണിറ്റ് പ്രസിഡന്റ് ഷിനോജ് നരിത്തൂക്കിൽ അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ സൈമൺ മേച്ചേരി, കൺവീനർ OJ ബെന്നി, യൂണിറ്റ് ജനറൽ സെക്രട്ടറി VK രാധാകൃഷ്ണൻ, രക്ഷാധികാരി KM ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രധാന ഘടകമായ വ്യായാമത്തിന്റെ ഭാഗമായ ഓട്ടത്തിന് പ്രാധാന്യം നൽകുന്നതിനും മാലിന്യമുക്ത കേരളം എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിനും ആരോഗ്യമുള്ള തലമുറ മാലിന്യമുക്ത കേരളം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന മാരത്തോൺ നവംബർ 23 ശനിയാഴ്ച രാത്രി 11 മണിക്ക് പേരാവൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടക്കും. ഐവിഷൻ ന്യൂസ്, പേരാവൂർ. ഇരിട്ടി ടൗണിൽ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി നഗരസഭ, പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തി. ഇരിട്ടി ടൗണിൽ ഒക്ടോബർ 1 മുതൽ നടപ്പിലാക്കുന്ന ഗതാഗത പരിഷ്കരണത്തിന് മുന്നോടിയായാണ് നഗരസഭയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തിയത്. ഇരിട്ടി മേലെ സ്റ്റാൻഡ് മുതൽ പൈഞ്ചേരിമുക്ക് വരെ റോഡരികിൽ വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നതിനെതിരെയും ഫുട്പാത്ത് കൈയടക്കി കച്ചവടം നടത്തുന്നതിനെതിരെയും കാൽനടയാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യുവാനും ടൗണിൽ എത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും സാധന സാമഗ്രികൾ വാങ്ങിക്കുവാനുമുള്ള സൗകര്യം ഉൾപ്പെടെ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് നഗരസഭയും പോലീസും ചേർന്ന് ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് നഗരസഭാ ചെയർപേഴ്സൺ K ശ്രീലത, വൈസ് ചെയർമാൻ PP ഉസ്മാൻ, ഇരിട്ടി CI K കുട്ടികൃഷ്ണൻ, വ്യാപാരി പ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ടൗണിൽ പരിശോധന നടത്തിയത്. ദീർഘനേരം ടൗണിൽ റോഡരികിൽ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് പോലീസ് പിഴ ചുമത്തും. കൂടുതൽ സമയം നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് വിവിധ ഇടങ്ങളിലായി പേ പാർക്കിംഗ് സംവിധാനം ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. ഇരിട്ടി പഴയ ബസ് സ്റ്റാൻഡ്, പഴയ പാലം, മേലെ സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് പാർക്കിംഗ് സംവിധാനമുള്ളത്. ടൗണിലെത്തുന്ന ആളുകൾക്ക് സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കുന്നത് എന്ന് ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ K ശ്രീലത പറഞ്ഞു. നമ്മളെ ട്രാഫിക് പരിഷ്കരണം 2 പ്രാവശ്യമായി നടപ്പിലാക്കിക്കൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ എത്ര പരിശ്രമിച്ചിട്ടും ട്രാഫിക് ഒരു വലിയ ബാധ്യതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ബാധ്യതയൊന്ന് മാറ്റാൻ വേണ്ടി ഇപ്പോൾ രണ്ടാമതിലും യോഗം വിളിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും, വ്യാപാരികളും, അതുപോലെ ഓട്ടോ തൊഴിലാളികളും, എല്ലാ വിവിധ സംഘടനകൾ ഉൾപ്പെടെ ആ യോഗത്തിൽ പങ്കെടുത്തു. ഇരിട്ടി ടൗണിനെ ഒരു നഗര സൗന്ദര്യവൽക്കരണം നടത്തുന്നതോടൊപ്പം ട്രാഫിക് പരിഷ്കരണവും കൃത്യമായി നടപ്പിലാക്കണമെന്ന തീരുമാനം പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ 8:30 മുതൽ ഇരിട്ടി ടൗൺ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ നടത്തിപ്പോകുന്നത്. അതിന് CAയും പോലീസുകാരും അതുപോലെ നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും അടക്കമുള്ള എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നാട്ടുകാർ സഹകരിക്കണം. നാട്ടുകാരുടെ ഒരു തീരുമാനം മാറ്റിയാൽ തന്നെ നമ്മുടെ ഇരിട്ടി ടൗൺ ഏറ്റവും നല്ല ടൗണായി മാറ്റാൻ നമുക്ക് സാധിക്കും. 1-ാം തീയതി മുതലാണ് ഈ തീരുമാനം ശക്തമായി നടപ്പിലാക്കുന്നത്. വണ്ടി അവിടെ ഇവിടെയും വെച്ച് പോകുന്നവർക്ക് വലിയ ഫൈനായിരിക്കും വരുന്നത്. നഗരസഭയുമായി സഹകരിച്ച് എല്ലാവരും പേ പാർക്കിംഗ് സംവിധാനമുണ്ട് 3 സ്ഥലത്ത്. അവിടെ പാർക്ക് ചെയ്യും. അതുപോലെ തന്നെ നേരമ്പോക്കിലും ഒരു പാർക്കിംഗ് ഉണ്ട്. അവിടെ ബൈക്കുകൾക്കെല്ലാം പാർക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇരിട്ടി ടൗണിൽ സാധാരണ ആൾക്കാർക്ക് സാധനം വാങ്ങാൻ വരുമ്പോൾ ഉള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവർക്കൊരു അരമണിക്കൂർ 1 മണിക്കൂർ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സംവിധാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ ജോലിക്ക് പോകുന്നവർ അത് ഒഴിവാക്കിക്കൊണ്ട് രാവിലെ വണ്ടി വെച്ച് പോകുന്നത് ഒഴിവാക്കി പാർക്കിങ്ങിലേക്ക് വെക്കണമെന്നാണ് ഒരു തീരുമാനം. ഒക്ടോബർ 1 മുതൽ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കും. നിയമം ലംഘിക്കുന്നവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പും പോലീസും കർശന നടപടിയും സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ശുചിത്വ കേരളം, സുസ്ഥിര കേരളം മാതൃകാ പദ്ധതി വഴിയിടം ഉദ്ഘാടനം പേരാവൂർ ബസ് സ്റ്റാൻഡിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ 11 പരിപാടിയുടെ ഭാഗമായും പേരാവൂർ ഗ്രാമപഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയുടെ ഭാഗമായും പേരാവൂർ ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച വഴിയിടം പദ്ധതി മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള മാതൃകാ പദ്ധതിയായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വിലപിടിച്ച ടൈൽസും എല്ലാം ഇട്ടുകൊണ്ടാണ് വളരെ മനോഹരമായി നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. എനിക്കിവിടെ പങ്കെടുക്കുന്നവരോടെല്ലാം സൂചിപ്പിക്കുവാനുള്ളത്, ഈ വൃത്തിയും വെടിപ്പും നമുക്ക് തുടർന്നും ഇതിനകത്ത് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കണം. ഇതിനൊരു നാഥനുണ്ടാവണം. ഇവിടെ ഒരു കെയർടേക്കർ ഇതിന് സംരക്ഷിക്കാൻ വേണ്ടി, ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആളെന്തായാലും ഉണ്ടാവണം.
എല്ലാ ദിവസവും നിശ്ചയ സമയം അത് വൃത്തിയും വെടിപ്പുമായി സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കണം. അവർ വിചാരിച്ചാൽ മാത്രം പോലെ ഉപയോഗിക്കുന്ന ആളുകളും ആ നിലയിൽ ഉപയോഗിക്കണം. നമ്മുടെ മലയാളിയെ സംബന്ധിച്ച് ശുചിത്വ കാര്യത്തിൽ വളരെ ഉയർന്ന ബോധമുള്ളവരാണ്. നമ്മുടെ എല്ലാം വീട് ഏറ്റവും വൃത്തിയും വെടിപ്പിൽ നമ്മൾ സൂക്ഷിക്കുന്നു. ദിവസം ചുരുങ്ങിയത് 2 നേരമെങ്കിലും കുളിച്ചില്ലെങ്കിൽ സമാധാനമില്ലാത്തവരാണ് നമ്മൾ. ഒരു ദിവസം ഉപയോഗിച്ച വസ്ത്രം നമ്മൾ അടുത്ത ദിവസം ഉപയോഗിക്കാറില്ല. അത് അലക്കി വൃത്തിയാക്കിയ ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏറ്റവും വൃത്തിയുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുക. ഭക്ഷണം കഴിക്കുന്നിടവും ഏറ്റവും വൃത്തിയുള്ളതായിരിക്കണം. അങ്ങനെ വൃത്തിയുടെയും വെടിപ്പിന്റെയും എല്ലാം കാര്യത്തിൽ നമ്മൾ കൃത്യമായ കണിശത പുലർത്തുമ്പോൾ നമ്മുടെ പൊതുയിടങ്ങൾ വൃത്തിയോടും വെടിപ്പോടും സൂക്ഷിക്കാൻ നമ്മളെപ്പോലെ അലസന്മാർ മറ്റാരുമില്ലെന്ന് തോന്നുന്നു. പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. കഫ്റ്റീരിയ ഉദ്ഘാടനവും പാതയോരങ്ങളിൽ പാഴ്വസ്തു ശേഖരണ പ്രവർത്തനം നടത്തി നാടിനെ മാലിന്യമുക്തമാക്കിയ വർഗീസ് കണക്കശ്ശേരി, കുഞ്ഞാലി, കരിക്കിൻചോല എന്നിവരെ ആദരിക്കലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ നിർവഹിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻചാർജ് പി സാജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത ദിനേശൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം വി ഗീത, പേരാവൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ വി ശരത്, റീന മനോഹരൻ, എം ശൈലജ ടീച്ചർ, പഞ്ചായത്ത് അംഗങ്ങളായ റജീന സിറാജ്, ബേബി സോജ, ജെസ് പൊന്നപ്പൻ, CDS ചെയർപേഴ്സൺ ഷാനി ശശീന്ദ്രൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ രജീഷ്, ടി വിജയൻ, ഷിജിത്ത് വായന്നൂർ, കൂട്ട ജയപ്രകാശ്, AK ഇബ്രാഹിം, ജോർജ് മാത്യു, PJ ജോണി, UV റഹീം, പവിത്രൻ, PP സിനി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാതല ICDS സെൽ കണ്ണൂർ, ഇരിട്ടി ICDS ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ നേതൃത്വത്തിൽ പോഷൺമ 2024 ജില്ലാതല സമാപനം ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. MLA ഡോക്ടർ സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാതല ICDS സെൽ കണ്ണൂർ, ഇരിട്ടി ICDS ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ നേതൃത്വത്തിൽ പോഷൺമ 2024 ജില്ലാതല സമാപനം ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പഠിച്ച ഒരു കാര്യമായിരുന്നുവെങ്കിൽ ഇന്നത് മാറി ഇന്നത്തെ കുട്ടി ഇന്നത്തെ വ്യക്തി തന്നെയാണ് എന്നതാണ് നമ്മളുടെ ധാരണ, മനോഭാവം, സങ്കല്പം, അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള നിലപാട്. കുട്ടികൾക്ക് നൽകേണ്ട പരിഗണന ഇവിടെ പ്രോഗ്രാം ഓഫീസർ വിശദീകരിച്ച ഒരു കാര്യം, ഇന്ന് നമ്മളെല്ലാവരെയും ബാധിക്കുന്ന പല മേഖലകളിൽ അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് കുട്ടികളുടെ എണ്ണത്തിലുള്ള കുറവ്. അതൊരു ഘട്ടത്തിൽ എണ്ണം നിയന്ത്രിക്കണം എന്ന ഒരു ആവശ്യമായിരുന്നു. നമ്മളുടെ പ്ലാനിങ്ങിൽ, നമ്മളുടെ ആസൂത്രണത്തിന്റെ ഭാഗമായി, രാജ്യത്തിന്റെ ആസൂത്രണത്തിന്റെ ഭാഗമായി, സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായി, കുടുംബങ്ങളുടെ ആസൂത്രണത്തിന്റെ ഭാഗമായി അതിന് കുടുംബാസൂത്രണം എന്ന് തന്നെയാണ് പേരിട്ട് വിളിച്ചത് എങ്കിൽ കുട്ടികളുടെ എണ്ണം അങ്ങനെ കുറഞ്ഞ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കുട്ടികളുടെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഓഫീസർ ബിന്ദു CA പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നജീദ സാദിഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി നടുപ്പറമ്പിൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിജു C, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രതീഷ് M, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് BDO ദിവാകരൻ, ജില്ലാതല ICDS സെൽ സീനിയർ സൂപ്രണ്ട് അമർനാഥ്, പോഷൻ അഭിയാൻ ജില്ലാ കോർഡിനേറ്റർ അഭിജിത്ത് CP, ഇരിട്ടി ശിശുവികസന പദ്ധതി ഓഫീസർ ഷീന M കണ്ടത്തിൽ, ഇരിട്ടി ICDS സൂപ്പർവൈസർ ജിസ്മി അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. സമാപനത്തോടനുബന്ധിച്ച് പോഷകാഹാര പ്രദർശനവും സമാപന റാലിയും നടന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വനിതാ ശിശു വികസന വകുപ്പ്, പേരാവൂർ ICDS എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ പോഷൺമ 2024 ബ്ലോക്ക് തല സമാപനം പേരാവൂർ ICDS ഓഫീസ് ഹാളിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശുവികസന വകുപ്പിന്റെയും പേരാവൂർ ICDSന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പോഷൺ മാസാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പോഷൺമ 2024 ബ്ലോക്ക് തല സമാപനത്തോടനുബന്ധിച്ച് പോഷകാഹാര പ്രദർശനവും സമാപന റാലിയും നടന്നു. പ്രദർശനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പറഞ്ഞു കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നടക്കുന്ന മാസാചരണത്തിൻ്റെ മാസാചരണത്തിൻ്റെ സമാപന പരിപാടിയാണ് ഇന്നാണ് നടക്കുന്നത്. അതിൻ്റെ വ്യത്യസ്ത തലത്തിലുള്ള പരിപാടി സംബന്ധിച്ച് സ്വാഗത ഭാഷണത്തിൽ CDP ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓരോ പഞ്ചായത്തിനും ഓരോ ചുമതലയാണ് കൊടുത്തിട്ടുള്ളത്. ഭക്ഷണം
എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് കളറുകളും നിശ്ചയിച്ചിട്ടുണ്ട്. സ്കൂളിലൊക്കെ ഒരു മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ നേരത്തെ പല കളറിലാണ് മത്സരങ്ങൾ ഗ്രൂപ്പിനൊക്കെ കൊടുക്കുന്നത്, അങ്ങനെയാണ്. അപ്പോൾ ആ നിലക്കുള്ള കളറുകളെ നിശ്ചയിച്ചിട്ടാണ് ഈ പോഷകാഹാരം ഇവിടെ എത്തിക്കുന്നത്. ഇപ്പോൾ നാച്ചുറലായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അത് കണ്ടുപിടിച്ച് അതേ കളറിലേക്കുള്ളത് എല്ലാം ശേഖരിച്ച് ഒരു സ്ഥലത്ത് ഇപ്പം ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. ഏറ്റവും അതിന് കഠിനമായിട്ടുള്ള പ്രയത്നം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ ഈ രൂപത്തിലേക്ക് നിശ്ചയിച്ച കളറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ, പോഷകാഹാരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ സമയത്ത് കൂടി എത്തിച്ച് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അതിന് എഫേർട്ട് എടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമി പ്രേമൻ അധ്യക്ഷയായി. ചടങ്ങിൽ വനിതാ ശിശു വികസന വകുപ്പ് കണ്ണൂർ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബിന്ദു സിയെ പദ്ധതി വിശദീകരണം നടത്തി. CDPO ബിജി തങ്കപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സജീവൻ, ICDS സൂപ്പർവൈസർമാർ, അംഗനവാടി വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് പേരാവൂർ ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബും നടന്നു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. ലോക ഹൃദയദിനത്തിന്റെ ഭാഗമായി കണ്ണൂർ ആസ്റ്റൺ മിംസിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ സൈക്ലിംഗ് ക്ലബ്ബുമായി സഹകരിച്ച് സൈക്കിൾ തോൺ സംഘടിപ്പിച്ചു. ലോക ഹൃദയദിനത്തിന്റെ ഭാഗമായി കണ്ണൂർ ആസ്റ്റർ മിംസിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ സൈക്ലിംഗ് ക്ലബ്ബുമായി സഹകരിച്ച് സൈക്കിൾ തോൺ സംഘടിപ്പിച്ചു. ഹൃദയാരോഗ്യത്തിന് സൈക്കിൾ സവാരി എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സവാരി സംഘടിപ്പിച്ചത്. കാർഡിയോ വാസ്കുലർ ആൻഡ് തെറാസിക് സർജൻ ഡോക്ടർ പ്രസാദ് സുരേന്ദ്രനും ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അനിൽകുമാറും ചേർന്ന് പയ്യാമ്പലത്തെ കണ്ണൂർ ക്ലബ്ബിൽ വെച്ച് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. മാറുന്ന ജീവിതശൈലിയാണ് ഹൃദയരോഗങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള പ്രധാന കാരണം. ഇതിനെ മറികടക്കാൻ സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല മാർഗമാണ് സൈക്കിൾ സവാരി പോലുള്ള വ്യായാമങ്ങൾ. സ്വന്തം ശരീരത്തോടും ജീവിക്കുന്ന പ്രകൃതിയോടും നാം ചെയ്യുന്ന നീതി കൂടിയാണിതെന്നും ഇരുവരും സൂചിപ്പിച്ചു. പയ്യാമ്പലത്ത് നിന്നും ആരംഭിച്ച സൈക്ലത്തോൺ പ്രഭാത് ജംഗ്ഷൻ, പഴയ ബസ് സ്റ്റാൻഡ്, താഴെ ചൊവ്വ, നടാൽ വഴി ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ സമാപിച്ചു. സമാപന ചടങ്ങിൽ ഡോക്ടർ ഹനീഫ് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, ഹൈ വിഷൻ. CBSE സ്റ്റേറ്റ് ക്ലസ്റ്റർ 10 വോളി ടൂർണമെൻറ്റിൽ ഓവറോൾ കിരീടം കരസ്ഥമാക്കിയ എടത്തൊട്ടി നവജ്യോതി സീനിയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ സ്വീകരണം നൽകി. CBSE സ്റ്റേറ്റ് ക്ലസ്റ്റർ 10 വോളിബോൾ ടൂർണമെൻറ്റിൽ ഓവറോൾ കിരീടം കരസ്ഥമാക്കിയ എടത്തൊട്ടി നവജ്യോതി സീനിയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ സ്വീകരണം നൽകി. പ്രിൻസിപ്പാൾ സിസ്റ്റർ ആൽഫോൺസ് ടോമി SH, വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ അനിജോ ജോസ്, PTA പ്രസിഡന്റ് പ്രജീഷ് എന്നിവർ കുട്ടികൾക്ക് മെഡലും ട്രോഫിയും കൈമാറി.
കുട്ടികളെ ഈ വിജയതിളക്കത്തിന് അർഹരാക്കിയ അധ്യാപകരായ രാജേഷ്, കൊച്ചുറാണി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് PTA ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്വീകരണ ചടങ്ങിൽ കുട്ടികൾക്ക് ഷീൽഡും സമ്മാനിച്ചു. സെപ്റ്റംബർ 23, 24, 25 തീയതികളിൽ കാസർഗോഡ് MP ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് നടന്ന 2024-25 അധ്യയന വർഷത്തെ CBSE സ്റ്റേറ്റ് ക്ലസ്റ്റർ 10 വോളിബോൾ ടൂർണമെന്റിൽ നവജ്യോതിയിലെ 45ഓളം വിദ്യാർത്ഥികളാണ് ആവേശോജ്വലമായ പ്രകടനം കാഴ്ചവെച്ചത്. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ നവജ്യോതി സ്കൂളിലെ വിദ്യാർത്ഥികൾ 3 വ്യക്തിഗത ചാമ്പ്യൻഷിപ്പും കരസ്ഥമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഒക്ടോബർ 4 റിലീസ് ചെയ്യുന്ന തണുപ്പ് സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഇരിട്ടി പ്രഗതി കോളേജിലെത്തി. ഇരിട്ടി നേരംപോക്കിലെ രാകേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന തണുപ്പ് എന്ന ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി പുതുമുഖ താരങ്ങളായ നിതീഷ്, ജിബിയ എന്നിവരും മറ്റ് അണിയറ പ്രവർത്തകരും ഇരിട്ടി പ്രഗതി കോളേജിലെത്തി. ഇരിട്ടി സ്വദേശിയാണ് നായകനായി അഭിനയിച്ച നിതീഷ്. വിവേക് മുഴക്കുന്നാണ് ഗാനരചയിതാവ്. കോളേജ് പ്രിൻസിപ്പാൾ വത്സൻ തില്ലങ്കേരി, അരുൺ, ഷാനു, രതീഷ് എന്നിവർ സംസാരിച്ചു. അവരുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുക. പിന്നെ എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കൾ ഇവിടെ പലരും അധ്യാപകരാണ്. വലിയ സന്തോഷമുണ്ട്. എന്താ പറയേണ്ടതെന്നറിയാത്ത അത്രത്തോളം സന്തോഷമുള്ള ഒരു നിമിഷമാണ്. എപ്പോഴൊക്കെയോ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെ എന്തെങ്കിലും ആക്കിയതിൽ ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച എൻ്റെ വിദ്യാലയമാണ് പ്രഗതി. പടമാണ്. ഒക്ടോബർ 4-ാം തീയതിയാണ് പടം റിലീസ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ പോയി കാണുമോ? ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ഇതിന്റെ സോങ്ങോ ട്രെയിലറോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇന്ന് പോയിട്ട് എല്ലാവരും യൂട്യൂബിൽ പോയിട്ട് ചെന്നിട്ട് കാണണം. സോങ് കാണണം, ട്രെയിലർ കാണണം. പടത്തിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. ആ സമയത്ത് ഇരിട്ടിയിൽ നമ്മൾ നാട്ടുകാരുടെയും ഇവരുടെ സുഹൃത്തുക്കളെല്ലാം അറിയാവുന്ന പല ആൾക്കാരുടെയും സ്നേഹവും സപ്പോർട്ടും എല്ലാം ഞാൻ കണ്ടതാണ്. ആ സപ്പോർട്ടും ആ സ്നേഹവും ആ ഒരു കൂട്ടായ്മയൊക്കെയാണ് ഈ തണുപ്പ് എന്ന സിനിമ ഉണ്ടായത്. അതുപോലെയുള്ള സപ്പോർട്ട് തീർച്ചയായിട്ടും പടം ഇറങ്ങുമ്പോഴും നിങ്ങളുടെ നാട്ടിൽ നിന്നും നിങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടാവുമെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. മുദ്രയണിഞ്ഞ് കറുപ്പെടുത്ത് നഗ്നപാതരായി അവർ 3 പേരും ഇക്കുറിയും മല ചവിട്ടുന്നു. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ നിന്നാണ് ഇത്തവണ യാത്ര ആരംഭിക്കുന്നത്. ഒരേ ഒരു ലക്ഷ്യം, ശബരിമല. മുദ്രയണിഞ്ഞ് കറുപ്പെടുത്ത് നഗ്നപാതരായി അവർ 3 പേരും ഇക്കുറിയും മല ചവിട്ടുന്നു. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ നിന്നും ശരണം വിളികളുമായി ഒക്ടോബർ ആദ്യവാരത്തോടെ കാൽനടയായി ശബരിമലയിലേക്ക് യാത്ര തിരിക്കാനുള്ള ഒരുക്കത്തിലാണിവർ. നെടുമ്പോല സ്വദേശി ഹരിനിലയത്തിൽ പ്രകാശൻ, കൊട്ടിയൂർ സ്വദേശി ആനക്കാംപുറത്ത് ഭരതൻ, കണ്ണവും സ്വദേശി ചെറുവത്താൽ മഹേഷ് എന്നിവരാണ് അയോധ്യയിൽ നിന്നും കാൽനടയായി ശബരീശനെ കാണാൻ യാത്ര പുറപ്പെടുന്നത്. ഇന്ന് നാട്ടിൽ നിന്നും തീവണ്ടി മാർഗം അയോധ്യയിലേക്ക് പുറപ്പെട്ട സംഘം ഒക്ടോബർ ആദ്യവാരത്തോടെ കെട്ടുനിറച്ച് ശബരിമലയിലേക്ക് യാത്ര തിരിക്കും. മണ്ഡലകാലത്ത് തന്നെ ശബരിമലയിൽ എത്തിച്ചേരാനുള്ള രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നതെന്ന് 18 വർഷത്തോളം കാൽനടയായി ശബരിമലയിലെത്തിയ പ്രകാശൻ പറഞ്ഞു. കാൽനടയായിട്ട് 18 വർഷം. ആദ്യമായിട്ട് പോയതൊക്കെ എവിടുന്നാ പോയത്? അത് കറക്റ്റ് ഓർമ്മയില്ല. കറ്റിയാടുന്ന പോയ ഗുരുസ്വാമിൻ്റെ വീട്. കഴിഞ്ഞ വർഷം പോയ അതിൻ്റെ മുമ്പിലത്തെ വർഷം കൊട്ടിയൂർ. ഈ വർഷം അയോധ്യയിൽ പോകണം. അവിടെ യാത്ര ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ട്രെയിനിന് പോകും. അവിടെ ഇങ്ങോട്ടേക്ക് അവിടെ എത്തി ഒരു 2 ദിവസം അവിടെ നിന്നിട്ട് ഒരാഴ്ചയോ നിന്നിട്ട് അവിടെ നിന്ന് പുറപ്പെടാൻ പരിപാടി. ഞങ്ങൾ 3 പേര്. താൻ 22 വർഷത്തോളമായി കാൽനടയായാണ് ശബരിമലയിലേക്ക് പോയതെന്നും എല്ലാവരുടെയും വലിയ പിന്തുണയാണ് ഉള്ളതെന്നും കൊട്ടിയൂർ സ്വദേശി ഭരതൻ പറഞ്ഞു. ശബരിമലയ്ക്ക് യാത്ര തുടങ്ങിയിട്ട് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് തുടങ്ങിയാണ്. അടുത്തൊരു 2-3 വർഷം പോയിട്ടില്ല. പിന്നെ മുടക്കമുണ്ടായില്ല. 22 വർഷം പോയി. അതിൽ 1 വർഷം മൂകാംബികയിൽ നിന്നും. അല്ല, കുറച്ച് അതെൻ്റെ 19ാമത് യാത്രയായിരുന്നു. ഈ വർഷം അയോധ്യയിൽ നിന്ന് പദയാത്ര പോകണം. കുടുംബത്തിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതും ചെറുപ്പം തൊട്ടേ പോയിട്ടുള്ള ഒരു പരിചയം
സ്വാമിയോടുള്ള ഭക്തിയും കാരണം പ്രത്യേകിച്ച് അവർക്ക് ബുദ്ധിമുട്ടുകളില്ല. പിന്നെ നമ്മൾ ശബരിമല യാത്ര പോകുന്ന സ്വാമിമാരുടെ വീടുകളിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാറില്ല. എന്നെ സംബന്ധിച്ചാണെങ്കിലും ഞാൻ എൻ്റെ 19ാമത്തെ വർഷമാണ് പാദയാത്രയിൽ 19ാമത്തെ വർഷമാണ് ഫോൺ പോലും കൊണ്ടുപോകുന്നത്. അതുവരെ ഫോൺ വിളി പോലും ഇല്ല, വീടുമായിട്ട് മറ്റ് ബന്ധങ്ങളില്ല. ആരെങ്കിലും വഴിക്ക് വെച്ച് ഏതെങ്കിലും മറ്റ് ഡ്രൈവർമാരായിട്ടുള്ളവരോ ഇല്ല മറ്റു അയ്യപ്പന്മാരോ പറയുമ്പോഴാണ് വീട്ടിലറിയുന്നത്. ഒരു ദിവസം 30 മുതൽ 40 വരെ കിലോമീറ്റർ സഞ്ചരിക്കും. വഴിയമ്പലങ്ങളിലും മറ്റും വിശ്രമിക്കും. 15 വർഷത്തോളമായി കാൽനടയായി അയ്യപ്പനെ കാണാൻ പോയ കണ്ണോമ സ്വദേശി മഹേഷ് പറഞ്ഞു. ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 15ാമത്തെ കൊല്ലമായത്. നടന്നു പോകാൻ തുടങ്ങിയിട്ട് അയോധ്യ. നമ്മളിപ്പോൾ 6 കൊല്ലമായി നമ്മളിത് പ്ലാനിങ് ഇട്ടിട്ട് അയോധ്യ നടക്കണമെന്ന്. അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് സാധിച്ചു. നിങ്ങൾ ഇതിനു മുമ്പ് ഒന്നിച്ച് പോയിട്ടുണ്ടോ? കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാൻ പ്രകാശേട്ടൻ തന്നെയാണ് 15ാമത്തെ കൊല്ലം നടക്കാൻ പോകും. ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുടുംബത്തിൻ്റെ ഒരു അഭിപ്രായം എന്താ? ഒരു നല്ല അഭിപ്രായം പറയാം. ഇപ്പോൾ അവർക്കൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടേ പോകും. ഇപ്പോൾ ഈ വർഷം ഏകദേശം 2000-3000 കിലോമീറ്റർ അധികം നടക്കണം. അപ്പോൾ ബുദ്ധിമുട്ട് ഇല്ല, ഉണ്ടാവില്ല. ഒരേ ലക്ഷ്യം ശബരിമല. തിരിച്ചിങ്ങോട്ട് നമ്മൾ വണ്ടിക്ക് വരും. നമ്മൾ സ്കൂട്ടി എടുത്തിട്ട് നമ്മളിങ്ങോട്ട് വരും. ഇപ്പോൾ പിന്നെ നിങ്ങൾ 3 പേര് നടക്കും, ഒരാൾ വണ്ടിയിൽ വരും സഹായിയായിട്ട്. അവർ അയോധ്യ എന്നാണ് മലയിടുക മൂപ്പറ്. നമ്മൾ വണ്ടി ഇവിടുന്ന് അയോധ്യയിലേക്ക് പാർസൽ അയച്ചിന്. അതിപ്പോൾ അയോധ്യയിലുള്ള ചുറ്റുവട്ടത്ത്. അപ്പോൾ നിങ്ങളുടെ സാധനങ്ങളെല്ലാം സ്കൂട്ടിയിൽ വെക്കും. ഭക്ഷണം സാധനം കാര്യങ്ങളെല്ലാം മൂപ്പറും ഉണ്ടാക്കും. നമ്മൾ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം. ഒരു 40 കിലോമീറ്റർ ചവിട്ടണം. എന്നാലും നമുക്ക് ഡിസംബർ 10 എത്താൻ പറ്റും. മൂവർക്കും സഹായിയായ കണ്ണം സ്വദേശി ജിതേഷും ഇക്കുറി ഇവരുടെ കൂടെയുണ്ട്. പ്രകാശനും ഭരതനും മഹേഷും കാൽനടയായി പോകുമ്പോൾ ഇരുചക്രവാഹനവുമായി മൂവർക്കും ആവശ്യമുള്ള സാധനങ്ങളുമായി ജിതേഷും കൂടെയുണ്ടാകും. ജിതേഷിന് സഞ്ചരിക്കാനുള്ള ഇരുചക്രവാഹനം ആഴ്ചകൾക്ക് മുമ്പേ തന്നെ അയോധ്യയിൽ എത്തിച്ചു കഴിഞ്ഞു. ശബരിമലയിലെത്തുമ്പോൾ 3000-ഓളം കിലോമീറ്റർ ആയിരിക്കും ഇവർ സഞ്ചരിക്കുക. ഓരോ വർഷവും ഓരോ പ്രധാന തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നാണ് കെട്ടുമുറുക്കി ശരണം വിളിച്ച് ശബരിമലയിലേക്ക് ഈ മൂവർ സംഘം യാത്ര പുറപ്പെടുന്നത്. സജേഷ് നാമത്ത്, ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. കേളകം ടൗൺ സൗന്ദര്യവൽക്കരണം ആദ്യഘട്ട ശുചീകരണം നടത്തി. ഒക്ടോബർ 2-ന് ചെടിച്ചട്ടികൾ സ്ഥാപിച്ച് കേളകം ടൗണിൽ സൗന്ദര്യവൽക്കരണത്തിന് തുടക്കം കുറിക്കും. ശുചീകരണ പ്രവൃത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് ഉദ്ഘാടനം ചെയ്തു. കേളകം ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ആദ്യഘട്ട ശുചീകരണ പ്രവർത്തനം നടത്തി. ശുചീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് ബസ് സ്റ്റാൻഡിൽ വെച്ച് നിർവഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടോമി പുളിക്കകണ്ടം, സജീവൻ പാലുമി, പഞ്ചായത്ത് അംഗങ്ങളായ സുനിത രാജു വാത്യാട്ട്, ഷിജി സുരേന്ദ്രൻ, ജോണി പാമ്പാടി, വ്യാപാരി നേതാക്കളായ രവീന്ദ്രൻ, രജീഷ് പൂൺ, കൊച്ചിൻ രാജൻ, YMCA നേതാവ് ജോസ് ആവണങ്കോട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് 1ാം ഘട്ട ശുചീകരണത്തിന് തുടക്കമായത്. കേളകം പോലീസ് സ്റ്റേഷൻ പരിസരം, വെള്ളൂന്നി റോഡ്, കേളകം ടൗൺ ജംഗ്ഷൻ, അടക്കാത്തോട് റോഡ്, വ്യാപാര ഭവന് മുൻവശം, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലെല്ലാം ശുചീകരണ പ്രവർത്തനം നടത്തി. വിവിധ വ്യാപാര സംഘടനകൾ, തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ജനപ്രതിനിധികൾ, കേളകം സെന്റ് തോമസ് ഹൈസ്കൂളിലെ SPC കേഡറ്റുകൾ, YMCA കേളകം റെസിഡൻസ് അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. കേരളത്തെ രാജ്യത്തെ ആദ്യത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാനുള്ള മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുകയാണ്. നാളെ മുതൽ 2025 മാർച്ച് 30 വരെ നീളുന്ന മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം കേളകം പഞ്ചായത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. കേളകത്തെ ഈ പദ്ധതിയെ സംബന്ധിച്ച് ആലോചിച്ച ഘട്ടത്തിൽ കേളകം ടൗൺ ശുചീകരണത്തോടൊപ്പം സൗന്ദര്യവൽക്കരണം നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഉയർന്നു വരികയും അത് കേളകത്തെ വ്യാപാര സംഘടനകളുമായും മറ്റ് സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാമായി ആലോചിച്ചതിൻ്റെ ഭാഗമായി കേളകം ടൗണിൽ 30-ാം തീയതി ശുചീകരണം നടത്താനും ഒക്ടോബർ 2-ന് രാവിലെ കേളകം ടൗണിൽ ചെടിച്ചട്ടികൾ വെച്ചുകൊണ്ട് സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നും തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ശുചീകരണ പ്രവർത്തനം നടക്കുന്നത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി, യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ, ഭാരതീയ വ്യാപാരി വ്യവസായ സമിതി, YMCA, SPC, കേരളം പഞ്ചായത്ത് യൂത്ത് ക്ലബ്ബ്, ഇവിടുത്തെ തൊഴിലാളി സംഘടനകൾ, ഓട്ടോറിക്ഷ യൂണിയൻ പ്രവർത്തകർ തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഇന്നത്തെ ക്ലീനിങ്ങിൽ പങ്കെടുക്കുകയാണ്. ഒക്ടോബർ 2-ന് ടൗണിൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പൂച്ചട്ടികൾ സ്ഥാപിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. CPIM പായം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോളിക്കടവിൽ ജോൺ രക്തസാക്ഷി ദിനാചരണ അനുസ്മരണ യോഗം ചേർന്നു.
CPIM പായം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോളിക്കടവിൽ ജോൺ രക്തസാക്ഷി ദിനാചരണ അനുസ്മരണ യോഗം ചേർന്നു. ജില്ലാ കമ്മിറ്റി അംഗം ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി M. സുമേഷ് അധ്യക്ഷത വഹിച്ചു. VK പുരുഷോത്തമൻ, അഡ്വക്കേറ്റ് M. വിനോദ് കുമാർ, VK ചന്തു വൈദ്യർ, VK പ്രേമരാജൻ, ഷിതു MK, ബാബു കാറ്റാടി, ബിന്ദു MJ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. എക്സിബിഷൻ ഗ്രൗണ്ടിൽ മാലിന്യം തള്ളിയതിന് സംഘാടകർക്ക് പിഴ ചുമത്തി. എക്സിബിഷൻ സ്റ്റാളുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കണ്ണൂർ പോലീസ് ഗ്രൗണ്ടിൽ കൂട്ടിയിട്ടതിന് സ്നോലാൻഡ് ഓണം എക്സ്പോ പ്രദർശനം സംഘടിപ്പിച്ച ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിന് പിഴ ചുമത്തി. പ്രദർശനം അവസാനിപ്പിച്ച് മൈസൂരുവിലേക്ക് സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിനിടെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധനയ്ക്ക് എത്തിയത്. പോലീസ് ഗ്രൗണ്ടിന്റെ ഒരു മൂലയിൽ വലിയ അളവിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ, പച്ചക്കറി അവശിഷ്ടങ്ങൾ, കരിമ്പിൻ ചണ്ടി, ബോട്ടിലുകൾ, ഒറ്റത്തവണ ഉപയോഗ ഗ്ലാസുകൾ, പ്ലേറ്റുകൾ, പ്ലാസ്റ്റിക് കവറുകൾ തുടങ്ങിയവ വലിയ കൂനയായി കൂട്ടിയിട്ട് ദുർഗന്ധം വമിക്കുന്ന നിലയിലാണ് സ്ക്വാഡ് കണ്ടെത്തിയത്. തൊട്ടടുത്ത് തൊഴിലാളികൾക്ക് താമസിക്കാനൊരുക്കിയ താൽക്കാലിക സംവിധാനത്തിൽ നിന്നും മലിനജലം ഒഴുക്കിവിട്ടതായും കണ്ടെത്തി. ജൈവ അജൈവ മാലിന്യങ്ങൾ കൂട്ടിക്കലർത്തി തരംതിരിക്കാതെ ഇട്ടതായും കണ്ടെത്തി. മാലിന്യം ഉടൻ തന്നെ വേർതിരിച്ച് വൃത്തിയാക്കിയ ശേഷം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നതിനും വിവരം കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിനെ അറിയിക്കുന്നതിനും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശിച്ചു. 25,000 രൂപ പിഴ ചുമത്തി നടപടികൾ സ്വീകരിക്കാൻ കണ്ണൂർ കോർപ്പറേഷന് സ്ക്വാഡ് നിർദ്ദേശം നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ EP സുധീഷ്, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, ഷെരീഖുൽ അൻസാർ, കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ രേഷ്മ രമേശൻ, ഹരിതകർമ്മ സേനാംഗങ്ങളായ റീന KV, സുജ്ന SV എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കൊട്ടിയൂർ NSSK UP സ്കൂളിൽ നിന്നും വിരമിക്കുന്ന K. ഷാജിയെ PTA-യുടെയും അധ്യാപകരുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കൊട്ടിയൂർ NSSK UP സ്കൂളിൽ നിന്നും 17 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന K. ഷാജിയെ സ്കൂൾ PTA-യുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ആദരിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സ്കൂൾ മാനേജർ K. സുനിൽകുമാർ, ഹെഡ് മിസസ് സുമിത, മദർ PTA പ്രസിഡന്റ് ജയ ബിജു, PTA പ്രസിഡന്റ് PV ജിമ്മി, സജി എന്നിവർ സംസാരിച്ചു. രക്ഷിതാക്കളും പറയുമ്പോൾ ഒരിക്കലും അത് ടീച്ചറിന്റെ സ്കൂളല്ല, ഞങ്ങളിവിടെ സേവനം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞങ്ങളിവിടെ വർക്ക് ചെയ്യുക മാത്രമാണ്. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയുമാണ് സ്കൂള്. അവർക്ക് എന്തും തുറന്നു പറയാം. ഞങ്ങളൊരു കാലഘട്ടം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ പൂർവ്വ അധ്യാപകർ ചിലപ്പോൾ സ്കൂളിലേക്ക് വന്നു തന്നെ ഉണ്ടാവുകയില്ല. ഇപ്പം എൻ്റെ അമ്മയൊന്നും സ്കൂളിലേക്ക് വരുന്ന പോലുമില്ല. അപ്പം അധ്യാപകരുടെ അല്ല, രക്ഷിതാക്കളുടെയും കുട്ടികളുടെയാണ് സ്കൂള്. അതേപോലെ തന്നെ അത് ഈ വേദിയിൽ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മുടെ ഷായി ചേട്ടൻ വളരെ സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്. എങ്കിലും കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള ടെൻഷൻ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് K. ഷാജിയെ പൊന്നാട അണിയിക്കുകയും മൊമന്റോ കൈമാറുകയും ചെയ്തു. ഹൈവിഷൻ ന്യൂസ്, കേളകം. കേളകം ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സ്കൂൾ കലോത്സവം സിനിമാ താരം മട്ടന്നൂർ ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. കേളകം ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു. പ്രശസ്ത സിനിമാ താരം മട്ടന്നൂർ ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. നാളത്തെ സിനിമാടന്മാരെല്ലാം എന്ത് ചെയ്യും, അസ്തമിച്ചു പോവുമോ? മിമിക്രിയിലേക്കൂടെ സിനിമയിൽ കയറാന്നാ പണ്ടത്തെ ആൾക്കാർ പറയാ. ഓന്റെ പേരുന്നേനും നിഖൽ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10ലാ? 10ലെത്തിയല്ലേ? എത്ര വർഷമായി? പറഞ്ഞോ, 10 എത്ര വർഷമായി? ഓക്കെ. നിഖിലിനെ എല്ലാവർക്കും അറിയില്ലേ? അപ്പോ 10 കഴിഞ്ഞു. ഇനിയിപ്പോ 10ാം ക്ലാസ് വരെ ഇവിടെ ഉള്ളൂ. അടുത്ത +1 ആണ് അല്ലേ? ഏത് സ്കൂളിൽ പോവാം? കിട്ടുന്നതനുസരിച്ച് മാർക്ക് നല്ലോണം കിട്ടൂലേ? കിട്ടും. അപ്പൊ അവിടെ എത്തിയാൽ നമുക്ക് അടുത്ത +1 മുതൽ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റിനെ ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. വിജയിക്കും. ആദ്യമായി എല്ലാ മിമിക്രിക്കാരും ചെയ്യുന്ന ശബ്ദം കാക്ക കരയുന്ന ശബ്ദമാണ്. കാക്ക എന്ന് പറയുന്നത് കാക്ക എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞു കാക്ക. ആ കാക്ക എന്ന് പറയുന്നത് ചെറുങ്ങനെ വ്യത്യാസം വരുത്തിയാൽ മതി. കാക്കയുടെ ശബ്ദമാവും. റെഡിയായി, സംഗതി റെഡിയായി. PTA പ്രസിഡന്റ് KP ജോബി അധ്യക്ഷത വഹിച്ചു. കേളകം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോണി പാമ്പാടിയിൽ, കേളകം മലങ്കര പള്ളി വികാരി ഫാദർ വർഗീസ് ചെങ്ങനാമഠത്തിൽ, സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ അഭിഷിക്ത, സ്കൂൾ ആർട്സ് സെക്രട്ടറി KB നിഹാൽ, സ്കൂൾ ആർട്സ് പ്രസിഡന്റ്
ശ്രീവല്ലി കെ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാമത്സരങ്ങളും നടന്നു. ഹൈ വിഷൻ ന്യൂസ്, കേളകം. കാവുമ്പടി CHM ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവവും വിജയോത്സവവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. കാവുമ്പടി CHM ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവവും വിജയോത്സവം എന്ന പേരിൽ നടത്തുന്ന SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ തോൽവി അംഗീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തോറ്റു എന്ന് പറയുന്ന ഒരു വാക്കിനെ സ്വീകരിക്കാൻ വേണ്ടി പലതും കൊണ്ട് പഠിക്കുകയാണ്, അല്ലെങ്കിൽ പലതും കൊണ്ട് അവരതിന് പ്രാപ്തരാവുന്നില്ല എന്നതാണ് നമ്മൾ കാണുന്നത്. പല പല അനുഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒന്ന്, നമ്മുടെ മാഷ് അധ്യാപകൻ നിന്ന് വഴക്ക് പറഞ്ഞതിന്റെ പേരിൽ, അല്ലെ വീട്ടിൽ നിന്ന് അമ്മ മൊബൈൽ ഫോൺ, കുട്ടി കൂടുതൽ സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ആ മൊബൈൽ ഫോൺ ഒന്ന് എടുത്ത് കാണാതെ വെച്ചതിന്റെ പേരിൽ, ഒന്ന് ഒളിപ്പിച്ചതിന്റെ പേരിൽ നമ്മൾ അങ്ങനെയാണ് പറയുക, ആത്മഹത്യ ചെയ്യുകയാണ് നമ്മുടെ മക്കൾ. അല്ലെ മറ്റെല്ലാം നമ്മൾ പത്രവാർത്തകളിൽ ആവുന്നുണ്ട് നമുക്കില്ല. അല്ലെ കുഞ്ഞു കുട്ടികൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്താണ് പറയുക, എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യേണ്ടത് എന്ന് പോലും, അല്ലെങ്കിൽ അങ്ങനെയൊരു വാക്ക്, അങ്ങനെയുള്ള കുട്ടി നമ്മുടെയൊന്നും മനസ്സിൽ, നമ്മളെല്ലാം പഠിക്കുന്ന കാലത്ത് ഒരു 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു കോളേജിലോ പഠിച്ച്. PTA പ്രസിഡന്റ് P. ബിജു അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപകനുമായ റിജേഷ് മാസ്റ്റർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. സ്കൂൾ മാനേജർ P. മജീദ് സമ്മാനദാനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ K. സന്തോഷ്, പ്രധാനാധ്യാപിക മിനി, അധ്യാപകരായ കുര്യൻ, രതീഷ്, ആതിര, സ്കൂൾ ചെയർപേഴ്സൺ നിസ ഫാത്തിമ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കൊട്ടിയൂർ NSSK UP സ്കൂളിൽ നിന്നും 17 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന K. ഷാജിയെ ടാഗോർ സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. വിനു KR അധ്യക്ഷത വഹിച്ചു. കൊട്ടിയൂർ NSSK UP സ്കൂളിൽ നിന്നും 17 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന K. ഷാജിയെ ടാഗോർ സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പാമ്പ്രപ്പാൻ TK ബിജുവിന്റെ വസതിയിൽ വെച്ച് നടന്ന പരിപാടി VR ഷാജി സംസാരിച്ചു. ടാഗോർ സാംസ്കാരിക നമ്മുടെ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഷാജിനെ പ്രത്യേകിച്ച് നമ്മൾ നാളെ റിട്ടയർമെൻറ്റ് ദിവസമാണ് ഇന്ന് ആദരിക്കാനുള്ള കാരണം നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ തണലിൻ്റെ പരിപാടിയാണെങ്കിലും സംഘത്തിൻ്റെ പരിപാടിയാണെങ്കിലും NSS സ്കൂളിൽ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ കൂട്ടിയിട്ട് പോകുന്നോളം വരെ നിന്ന് സഹകരിക്കുന്ന ഒരാളായിരുന്നു ഷാജി. ആ സ്കൂളിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് നമ്മളൊരു ജെൻഡർ ഈക്വാലിറ്റിയൊക്കെ പറയുന്നുണ്ടെങ്കിലും ആണായിട്ടുള്ള ഒരാൾ ഷാജി ആയതുകൊണ്ടാണ് ഷാജിക്ക് ഇത്രയ്ക്കും കൂടുതൽ കഠിന പ്രയത്നം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പല കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും ആദ്യം തൊട്ട് അവസാനം വരെ ചെയ്യേണ്ടി വന്നത് ഷാജി തന്നെയായിരുന്നു. PN അനൂപ്, TK വിനു, PN അനീഷ്, KD മുരളി, TK ബിജു, PT ജിൽസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഷാജി മറുപടി പ്രസംഗവും നടത്തി. ഹൈവിഷൻ ന്യൂസ്, കേരളം. കണിച്ചാർ നെയ്ബർഹുഡ് റെസിഡൻഷ്യൽ അസോസിയേഷൻ 3ാം വാർഷികാഘോഷം കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കണിച്ചാർ അമ്പലം നെല്ലിക്കുന്ന് റോഡിലെ കുടുംബങ്ങൾ ഒത്തുചേർന്ന് രൂപീകരിച്ച നെയ്ബർഹുഡ് റെസിഡൻഷ്യൽ അസോസിയേഷൻ 3ാം വാർഷികാഘോഷം കണിച്ചാർ NRA നഗറിൽ നടന്നു. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനവും ഹരിത റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രഖ്യാപനവും നടത്തി. ഇപ്പോൾ ഇവിടെ ഇതിന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ മാലിന്യമുക്ത നവകേരളം, ഇനിയിപ്പോൾ മാലിന്യമുക്ത നവകേരളം 2 എന്നാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ 2-ാം തീയതി അതിന്റെ ജില്ലാതല ഉദ്ഘാടനങ്ങൾ നടക്കുകയാണ്. എല്ലാ വാർഡിലും ഉദ്ഘാടനം നടക്കും. പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും ഉദ്ഘാടനങ്ങൾ നടക്കുകയാണ്. അതിനുശേഷം 6 മാസം കൊണ്ട് നമ്മുടെ നാട് മാലിന്യമുക്തമാക്കണം എന്നാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിനു മുമ്പേ നടന്നവരാണ് NRA എന്ന് പറയുന്നത്. കാരണം NRA ഇപ്പോൾ ഈ സർക്കാർ ഈ 6 മാസത്തിനുള്ളിൽ നടത്തണമെന്ന് തീരുമാനിച്ച കാര്യങ്ങളെല്ലാം നേരത്തെ നടത്തി ഇവിടെ ഇതിന്റെ പ്രഖ്യാപനം നടക്കുക പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം മാലിന്യം വലിച്ചെറിയരുത് എന്ന് നമ്മളെല്ലാവരും പറയാറുണ്ടെങ്കിൽ മാലിന്യം വലിച്ചെറിയുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം, ഒരു തുടക്കം, മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി മാറാൻ NRAയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതും അഭിനന്ദനീയമായ കാര്യമാണ്. NRA പ്രസിഡന്റ് മാത്യു തോമസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PK തങ്കച്ചൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. നിയുക്ത സെക്രട്ടറി VV ബാലകൃഷ്ണൻ അംഗങ്ങൾക്ക് മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. റിട്ടയർഡ് DYSP പ്രിൻസ് അബ്രഹാം മുഖ്യപ്രഭാഷണവും USS സ്കോളർഷിപ്പ് നേടിയ അളകനന്ദ,
കേരള സർവകലാശാലയിൽ ജിയോളജിയിൽ JRF ലഭിച്ച അതുൽ കൃഷ്ണ എന്നിവരെ അനുമോദിക്കുകയും ചെയ്തു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി R. ദീപുരാജ് ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. ചടങ്ങിൽ കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് വടശ്ശേരി പരിസ്ഥിതി സൗഹൃദ സഞ്ചിയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് ജെറിൻ C. ബോബൻ, യൂണിറ്റി ഫ്ലവർ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സൂരജ്, PK തങ്കച്ചൻ, വൈസ് പ്രസിഡന്റ് ആൻസി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷനിലെ മുഴുവൻ കുടുംബങ്ങളും ജൈവമാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പൊതുപരിപാടികളും കുടുംബങ്ങളുടെ വീടുകളിലെ പരിപാടികളിലും ഉപയോഗിക്കുന്നതിനായി 100 സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കണിച്ചാർ നെയ്ബർഹുഡ് റെസിഡൻഷ്യൽ അസോസിയേഷൻ നടത്തിവരുന്നത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. മുടയിറങ്ങി സെന്റ് ജോസഫ് വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് വായിക്കാൻ പുസ്തകക്കൂട് തയ്യാറാക്കി നൽകി കിളിയന്ത്ര സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാർ. മുടിയിരിഞ്ഞി സെന്റ് ജോസഫ് വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് വായിക്കാൻ പുസ്തകക്കൂട് തയ്യാറാക്കി നൽകി NSS വോളണ്ടിയർമാർ. കിളിയന്ത്ര സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരാണ് അമ്മമാർക്ക് ജീവിത സായന്തനത്തിൽ കൂട്ടായി പുസ്തകങ്ങളുടെ ലോകം തുറന്നു നൽകിയത്. 40ഓളം പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകക്കൂട് ചെറുകഥകളും നോവലുകളും ലേഖനങ്ങളും അടങ്ങുന്നതാണ്. അയ്യങ്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നൽ പുസ്തകക്കൂട് സമർപ്പണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പാൾ MJ വിനോദ്, അയ്യങ്കുന്ന് പഞ്ചായത്ത് അംഗം KP ഫിലോമിന, PTA പ്രസിഡന്റ് ജോമി ജോസ്, സദനത്തിന് മദർ സുപ്പീരിയർ സിസ്റ്റർ ബീന, NSS പ്രോഗ്രാം ഓഫീസർ വനജ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പുസ്തകക്കൂട് സമർപ്പണത്തിന് ശേഷം കോമഡി സ്കിറ്റ് ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും വളണ്ടിയർമാർ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, നാഷണൽ സർവീസ് സ്കീം, ലഹരിവിരുദ്ധ ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, നാഷണൽ സർവീസ് സ്കീം, ലഹരിവിരുദ്ധ ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി കേളകം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം പേരാവൂർ റേഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ S. ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സംവിധാനങ്ങളും അതുപോലെ വിദ്യാർത്ഥികൾ NSS ഉൾപ്പെടെയുള്ള സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ സന്നദ്ധ സംഘടനകളും ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരം വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശങ്ങളും ബോധവൽക്കരണങ്ങളും നൽകിക്കൊണ്ട് അധ്യാപകർക്കൊപ്പം ഈ വിദ്യാർത്ഥികൾ സന്നദ്ധ പ്രവർത്തകരെന്ന നിലയിൽ ലഹരി ഒരുക്കുന്ന മാരകമായ വിപത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ലഹരി കെണികളെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചും നിരന്തരം സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും അവബോധം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ AC ഷാജി അധ്യക്ഷത വഹിച്ചു. സ്കൗട്ട് മാസ്റ്റർ KV ബിജു, PB ഹന്നത്ത്, അനാമിക പ്രേംരാജ്, അധ്യാപകരായ K. ലീബ, സോണിയ സാമുവൽ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ഫ്ലാഷ് മോബ്, സ്കിറ്റ് എന്നിവയും സംഘടിപ്പിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ പൊതുസംരംഭകർക്കുള്ള പൊതു അവബോധ പരിശീലനം പഞ്ചായത്ത് ഹാളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ പൊതുസംരംഭകർക്കുള്ള പൊതു അവബോധ പരിശീലനം പഞ്ചായത്ത് ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. പരിശീലനം എന്ന് പേരിട്ടുകൊണ്ട് ഒരു പരിശീലന പരിപാടി നടക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, മഹത്തായ കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ സിൽവർ ജൂബിലിയെല്ലാം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് നമ്മളുള്ളത്.
കുടുംബശ്രീ രൂപീകരിക്കുന്ന ഒരു സമയത്ത് കുടുംബശ്രീയുടെ സമവാക്യമായി സ്ത്രീ ശാക്തീകരണം എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് ആ സമയത്ത് ഒരു കൂട്ടായ്മ മാത്രമാണ് നമ്മളെല്ലാം ഉണ്ടാക്കിയിരുന്നത്. ആൾക്കൂട്ടങ്ങൾ രൂപീകരിക്കുക, അതുവഴി നമ്മൾ നിക്ഷേപം വെക്കുക, അങ്ങനെ നമ്മളൊരു സമ്പാദ്യശീലം നമ്മളിലേക്ക് ഇപ്പോൾ കുട്ടികളെല്ലാം സഞ്ചയിക്കുക എന്ന രീതിയിലേക്കെല്ലാം വരുമ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു സമ്പാദ്യശീലം നമ്മളിൽ വളർത്തിയെടുക്കുക. പക്ഷെ അങ്ങനെ കുടുംബശ്രീ ആൾക്കൂട്ടങ്ങൾ തുടങ്ങിയ ആ സമയത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കുറേയേറെ പ്രതിസന്ധികളുണ്ട്. കാരണം ഭൂരിപക്ഷം സ്ത്രീകൾക്കും സ്വന്തമായി കയ്യിൽ നിന്ന് ഒരു 10 രൂപ എടുത്ത് ആഴ്ചയിലെ നിക്ഷേപം വെക്കാൻ സാധിക്കാത്ത സ്ത്രീകൾ തന്നെയായിരുന്നു അക്കാലത്തെല്ലാം ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ വീടുകളിൽ നിന്ന് ഒന്നുകിൽ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ആങ്ങളയുടെയോ അച്ഛൻ്റെയോ ആരാണോ നമുക്ക് ആശ്രയിക്കാനുള്ളൊരു പുരുഷൻ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ കീശയിൽ കൈയിട്ടുകൊണ്ട് നമ്മൾ നിക്ഷേപം വെച്ചു തുടങ്ങി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രതീഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ വി ആശ, വി വിമല, CDS ചെയർപേഴ്സൺ എം ഷിംല തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. യങ് മെൻസ് ക്ലബ്ബ് ധർമ്മശാലയുടെ ഉദ്ഘാടനവും ക്ലബ്ബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും ബക്കളം സ്നേഹ ഇൻ ഹോട്ടലിൽ വെച്ച് നടന്നു. ഇന്ത്യ ഏരിയ പ്രസിഡന്റ് ആൻഡോ കെ ആന്റണി ഉദ്ഘാടനം ചെയ്തു. യങ് മൈൻഡ്സ് ക്ലബ്ബ് ധർമ്മശാലയുടെ ഉദ്ഘാടനവും ക്ലബ്ബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും ബക്കളം സ്നേഹ ഇൻ ഹോട്ടലിൽ വെച്ച് നടന്നു. ക്ലബ്ബ് ഉപദേശകനായ ദിനേശ് ആലിംഗലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് ആൻഡോ കെ ആന്റണി ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ എൽഡേഴ്സ് ഫോറം ചെയർമാൻ കെ എം സ്കറിയാച്ചൻ മുഖ്യ പ്രഭാഷണം നടത്തി. റീജിയണൽ ചെയർമാൻ രഞ്ജിത് കുമാർ കെ മെമ്പർമാർക്കുള്ള സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്ത് ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി. നിയുക്ത ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീനിവാസന് ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്ത് കോളർ അണിയിച്ചു. ക്ലബ്ബ് ഈ വർഷം നടത്തുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഇന്ത്യ ഏരിയ സെക്രട്ടറി മൈക്കിൾ കെ മൈക്കിൾ നിർവഹിച്ചു. മുതിർന്ന പത്രപ്രവർത്തകരായ ദാമോദരൻ മാസ്റ്ററെ റീജിയണൽ വൈസ് ചെയർമാൻ VP അശോകൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. റീജിയണൽ സെക്രട്ടറി രാജേഷ് ഗോപാൽ ക്ലബിന്റെ ഔദ്യോഗിക പതാക കൈമാറി. യങ് മൈൻഡ്സ് ക്ലബ്ബ് ധർമ്മശാല നടത്തുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തളിപ്പറമ്പിലെ സഞ്ജീവനി പാലിയേറ്റീവ് കെയർ സെന്ററിന് വീൽചെയർ നൽകി. പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ജില്ലാ സെക്രട്ടറി പി ശോഭന വീൽചെയർ ഏറ്റുവാങ്ങി. റീജിയണൽ ട്രഷറർ പ്രമോദ്, റീജിയണൽ കോർഡിനേറ്റർ MK വേണുഗോപാൽ, ഡിസ്ട്രിക്ട് സെക്രട്ടറി CV വിനോദ് കുമാർ, ഡിസ്ട്രിക്ട് ട്രഷറർ ബിജു ഫ്രാൻസിസ്, രാഘവൻ, ഇന്റർനാഷണൽ സർവീസ് ഡയറക്ടർ CV ഹരിദാസൻ, സജനു പണിക്കർ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് PC ശ്രീനിവാസൻ, സെക്രട്ടറി സജനു പണിക്കർ, ട്രഷറർ അജേഷ് ബാബു, ഉപദേശക സമിതി ചെയർമാൻ ദിനേശ് ആലിംഗൽ എന്നിവരാണ് ക്ലബ്ബ് ഭാരവാഹികൾ. ഉദ്ഘാടനത്തിനു ശേഷം ഓണാഘോഷ പരിപാടികളും അരങ്ങേറി. മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞം 8ാം ദിവസത്തിലേക്ക് കടന്നു. യജ്ഞം ചൊവ്വാഴ്ച സമാപിക്കും. മുഴക്കുന്ന് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞം 8ാം ദിവസത്തിലേക്ക് കടന്നു. യജ്ഞാചാര്യൻ ഭാഗവത ഗായകരത്നം ബ്രഹ്മശ്രീ കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരി, സഹാചാര്യ രമ ഹരിനാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നവാഹ യജ്ഞം നടക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കാളവണ്ടിയിലിരിക്കുന്ന ഓരോരോ സാധനങ്ങൾ പുറത്തേക്ക് വീഴാൻ തുടങ്ങി. കൂട്ടത്തിൽ ഗുരുവും വീണു, തെറിച്ച് വീണു. ഗുരുവിന് ദേഷ്യം വന്നു. ശിഷ്യനോട് കാളവണ്ടി നിർത്താൻ പറഞ്ഞു. ഇതെന്തെങ്ങനെ ഓടിക്കുന്നത്? മര്യാദയ്ക്ക് ഓടിച്ചൂടെ? ഞങ്ങളൊക്കെ ഇതിൽ ഇരിക്കുന്നില്ല, എന്തൊക്കെ സാധനങ്ങളാ വീണുപോയത്? അയ്യോ ഗുരുനാഥ, അറിഞ്ഞില്ല. എന്നാ ഇനി ശ്രദ്ധിക്കണം, അറിഞ്ഞില്ലെങ്കിൽ ക്ഷമിച്ചിരിക്കണം, ഇനി ശ്രദ്ധിക്കണം. ഇനി ഈ കാളവണ്ടിയിൽ നിന്ന് എന്ത് പോയാലും എടുത്തു വെക്കണം എന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഈ കാളവണ്ടിയിൽ നിന്ന് എന്ത് പോയാലും എടുത്തു വെക്കണം. ശരി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു, വീണതൊക്കെ എടുത്തു വെച്ച് ഗുരുവിനെ എടുത്തു വെച്ച് അങ്ങനെ മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? കാള ചാണം കെട്ടു. അപ്പൊ ഗുരു എന്താ പറഞ്ഞേക്കണത്? എന്ത് പോയാലും വേഗം പുള്ളിക്കാരൻ നിർത്തിയിട്ട് ഒരു ഇല എന്തൊക്കെയോ പറിച്ചെടുത്തേക്ക് വീണ ചാണകമൊക്കെ എടുത്ത് ഇതിൽ വെച്ചു. മഹാലക്ഷ്മി ചരിതം, ദക്ഷിണോപാഖ്യാനം, സ്വാദോപാഖ്യാനം, ബ്രാഹ്മരി ചരിതം, രുദ്രാക്ഷ മഹിമ, ഗായത്രി മഹത്വം, ഷഷ്ട ഉപാഖ്യാനം തുടങ്ങിയ ഭാഗങ്ങളാണ് തിങ്കളാഴ്ച പാരായണം ചെയ്തത്. യജ്ഞം ചൊവ്വാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ചരണം.
തോലമ്പ്ര ശാസ്ത്രിനഗറിലെ കോമത്ത് കുഞ്ഞികൃഷ്ണൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ഭാര്യ ഗൗരി. രഞ്ജിത് കുമാർ, രശ്മി, രേഖ എന്നിവർ മക്കളാണ്. കുനിത്തല ചൗള നഗറിലെ മടത്തുമുറിയിൽ തങ്കമ്മ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ നാരായണപിള്ള. അനിതകുമാരി, ഗീതകുമാരി, സുരേഷ് ബാബു എന്നിവർ മക്കളാണ്. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. റീപ്ലാന്റേഷന്റെ മറവിൽ ആർല ഫാമിൽ മരം കൊള്ള. മുറിച്ചു കടത്തിയത് സംരക്ഷിത മരങ്ങൾ. യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ പേരാവൂർ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന രണ്ടാമത് മിഡ് നൈറ്റ് മാരത്തോൺ നവംബർ 23 രാത്രി 11 മണിക്ക് നടക്കും. രജിസ്ട്രേഷൻ ആരംഭിച്ചു. പുന്നമടക്കായലിൽ തുഴയെറിഞ്ഞവരിൽ കൊട്ടിയൂർ സ്വദേശിയും കൊട്ടിയൂർ ചപ്പമല സ്വദേശി റിച്ചാർഡ് ജേസനാണ് കാരിച്ചാലിന് വേണ്ടി പുന്നമടക്കായലിൽ തുഴയെറിഞ്ഞത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.